ഈ ഫസ്റ്റ് പ്രൈസ് അച്ചീവ് ചെയ്യാൻ എന്തായിരുന്നു ആ $1 billion തിങ്? ഐ തിങ്ക് ഫസ്റ്റ്ലി അത് വാല്യൂ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഒരു ഇടയ്ക്ക് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാലും അതിൻ്റെ ഒരു വാല്യൂ ഇല്ലാത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ വാല്യൂ ചെയ്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ ലൈഫിൽ എന്ത് കിട്ടിയാലും ഇഫ് യു ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്, നമുക്ക് അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ യു ഗെറ്റ് മോർ ഓഫ് ഇറ്റ്. പക്ഷെ ഐ വാസ് നോട്ട് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ വാസ് ഗെറ്റിംഗ്. അപ്പോഴും ഈ ഒരു നമ്മളൊരു ലിമിറ്റിംഗ് മൈൻഡ് സെറ്റ് ആണ്, എന്താണ് കിട്ടാത്തത്, ലൈക്ക് വാട്ട് ആം ഐ ഡൂയിങ് റോങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളതിൽ ഒബ്സെസ്ഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരില്ല. ബട്ട് വെൻ യു ലെറ്റ് ഗോ, ഓക്കെ എന്തെങ്കിലും ആവട്ടെ, ഐ പുട്ട് മൈ എഫേർട്ട്, എൻ്റെ 100% ഞാൻ കൊടുക്കാം, പിന്നെ ഇറ്റ് ഇസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു കോമ്പറ്റീഷൻ ആണ്, ആർക്ക് വേണമെങ്കിലും കിട്ടാം. ആൻഡ് ആ ഒരു ലക്ക് എന്നുള്ള ഫാക്ടറിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആൻഡ് നമ്മൾ എത്ര അതിന് ഫോഴ്സ് ചെയ്താലും അത് വരില്ല, നമുക്ക് അതിന് ആ ടൈം ഉണ്ട്.